ചിലടത്തിൽ ഒപ്പിക്കുന്നത് എന്ത് പൈസ നല്ല എത്ര ഒരു കിടാന് ഞങ്ങളെ കിടാന് സിംഗിൾ ഗാനമുണ്ട്, ഗ്രൂപ്പ് സോങ്ങും ഉണ്ട്, കഥാപ്രസംഗത്തിനും കൂടി അതിൻ്റെ ഇടയ്ക്ക് കിസ്, പിന്നെന്ത് കിടാക്കളെ കിഡീസ് കളി ചിരിയെല്ലാം ഉണ്ടാവല്ലോ, അതെല്ലാം വേണമല്ലോ സമാധാനത്തിന്. ഇതെല്ലാം കിടാവ് ടോട്ടലി എൻ്റെ കിടാവ് 12 ഐറ്റംസിൽ മത്സരിക്കുന്നു, ഇയാളെ കിടാവ് 9 ഐറ്റംസിൽ, ഞങ്ങളെ പെണ്ണ് കിടാവിന് ചിത്രരചന, ഫുഡിങ്, ഖിറാഅത്ത്, ഹിഫ്ള്, അങ്ങനെ 6 ഞങ്ങളെ മോവ കുഞ്ഞുമോള് പാത്തുമ്മാവും മത്സരിക്കുന്നു. അവസാനം എല്ലാത്തിലും ഫസ്റ്റ് വന്നിട്ടാകുമ്പോ 6 പാട്ട് പാടിയ പാത്തുമ്മാക്കും 1 പാട്ട് പാടിയ ഗഫൂറിനും, ഒന്നിലും എടുക്കാതെ ആജറിൽ മാത്രം ഫസ്റ്റായ നസീമാക്കും, 12 പാട്ട് ഫസ്റ്റായിട്ട് വന്ന ഇസ്മായിലിക്കും ഒരേ ക്ലാസ് ഒറ്റ ഒന്ന്, എല്ലാവർക്കും ഒറ്റ ഒന്ന്. അതും ക്ലാസിന്റെ കോലം കണ്ടെങ്കിൽ ആ പീഡിയ ഉദ്ഘാടനമായത് 1918 റല്ലി അന്ന് കൊണ്ടു അട്ടി വെച്ച ക്ലാസ്. ആ ഒരു ഓഫറിന്റെ ചീട്ടും വെച്ചിട്ട് പുറത്ത് കിട്ടും, 100 ബോക്സിന് 100 രൂപ കൊണ്ടല്ലേ മീലാദ് കമ്മിറ്റി കൂടക്ക്. നിങ്ങളെ വിഷയമല്ല, നാളെ ഇങ്ങനെ കൂടെ ആൾക്കുളത്താക്കിയിട്ടുണ്ട്. അല്ല കാര്യം അങ്ങനെ ചിലടത്തെല്ലാം ഒപ്പിക്കുന്നത് പറ്റല്ല, അത് പറ്റല്ല. എന്തിനൊപ്പിക്കണോ, എന്തിനൊപ്പിക്കണോ? എന്റെ പൈസ മേങ്ങുന്നില്ലേ? നിങ്ങളെ കീശ കൊടുക്കുന്നയാ, പ്രസിഡന്റിന്റെ, സെക്രട്ടറിയുടെ, ഖജാൻജിന്റെ, കമ്മിറ്റിക്കാരെ കീശ കൊടുക്കുന്നേ അല്ലല്ലേ? എല്ലാവരും മേങ്ങുന്നില്ലേ? മേങ്ങണോ? ആര് തരാത്ത പൈസ എല്ലാരും തരും. എന്നിട്ട് ഒരു 1/2 കിലോ പഞ്ചസാര മുറ്റി ബാക്കിയെങ്കിലും യോബോ ഏലം വിളിക്കുന്ന ഗൗജി കണ്ടെങ്കിൽ അതിനോട് നേരെ മര്യാദക്ക് സർവത്തിൽ മതിരാവല്ല. ഞാൻ അതിനെയും ബാക്കിയാക്കി ജമേല ജമ. ഇതെന്ത് ജമ? ആക്കെന്ത് ശേലാക്കോ ചന്താക്കോ? നിങ്ങളെ വിഷയം ചേർന്നല്ല, മൊത്തത്തിൽ ഇത് എല്ലാവർക്കും ഉള്ള വേല ഇണക്കും. നിങ്ങളെ വിഷയം പറയുന്നല്ല, ഇങ്ങനെ അരസപ്പെടേണ്ട, ബേജാറാക്കണ്ട. ഇങ്ങനെ ബേജാറാക്കി ഇണക്കല് ബേജാറുമില്ല. നിങ്ങൾ എല്ലാവരും പോതോണോ സുഖിപ്പിക്കണോ, അല്ലെങ്കിൽ അവിടേക്ക് വന്നിട്ടുമില്ല. ഞാൻ നല്ല ആളായതുകൊണ്ട് ചൊല്ലിയതുമല്ല, നല്ല ആളായതുകൊണ്ട് മാത്രം ചൊല്ലണമെന്നുണ്ടെങ്കിൽ നബിമാരെ കബറിന് വരേണ്ടി വരും. നമുക്ക് പിന്നെ റോളേ ഇല്ല. അല്ലാഹു തആല അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കട്ടെ. ഒപ്പിക്കാൻ കഴിയും. അതെല്ലാം നല്ല ചേലാക്കണോ, റാഹത്ത. പൈസ വേങ്ങണോ? പൈസ എല്ലാവരും വേങ്ങണോ? അവർ തരും. അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹിന്റെ ഇതിലേക്ക് തന്നില്ലെങ്കിൽ പിന്നെ എന്തിനും അവന്റെ പൈസ, പിന്നെ അവന്റെ പൈസയിൽ ബർക്കത്തുണ്ടാവും? ശരിയല്ല. ഉസ്താദ്മാർക്ക് കൈമടക്കുന്ന വിഷയത്തിൽ അതിനിപ്പോ നിങ്ങളെ കൈമടക്കുന്നതിന് നിങ്ങൾ ആ 100 രൂപ തന്നെ അവർ കാത്തിട്ടിരുന്നിട്ടില്ല. പക്ഷെ എന്നാലും നമുക്കൊരു ബർക്കത്താണ്. അതിന് ചന്താക്കണം ചേല. ചിലയിടത്തല്ല വയലിന് പോയെങ്കിൽ സുബ്ഹാനല്ലാഹ് പള്ളിയിലുള്ള പണ്ടത്തെ മഹാത്മാഗാന്ധിന്റെ കാലത്തെ മൈക്ക അതിനെന്നെ വെച്ചിട്ട് ആണ്ടുമ്പോൾ ഒപ്പിച്ചിരുന്നത് മതി മതി എനക്ക് മതിയാവലൊന്നുമില്ല. സൗണ്ട് എന്തെങ്കിലും അഭിപ്രായം നമുക്ക് നാളെ വേറെ എന്തെങ്കിലും ചൊല്ലി കൊടുക്കണ്ടേ, ക്ലാസ് എടുക്കണ്ടേ, അങ്ങനെ മാത്രം. അല്ലാണ്ട് പിന്നെ നമുക്ക് അട്ടി വേണമെന്നൊന്നും നമുക്ക് നിർബന്ധമൊന്നുമില്ല. ചന്ത എങ്ങനെ നമുക്കൊരു സമാധാനമാണ്. എപ്പോഴും ചന്ത ആക്കണമെന്നല്ലല്ലോ റസൂലുള്ളാഹിന്റെ ഹദീസ്. ഏതൊന്നും ചന്താക്കണോ, ചേലാക്കണോ, ഭംഗിയാക്കണോ, പെർഫെക്റ്റ് ആക്കണം എന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. ഒപ്പിക്കണ്ട.